ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമേ തന്നെ മോൾഡോവയിൽ നിന്ന് തുടങ്ങാം. മോൾഡോവയിൽ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പം മയ്യ സന്ധുവിൻ്റെ പാർട്ടി തന്നെ വിജയിച്ചു. അവർ 51 സീറ്റാണ് നേടിയത്. ബാക്കി വീണ്ടും ഒരു 2-3 പാർട്ടികളൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ 26, 28 അങ്ങനത്തെ കുറഞ്ഞ വിഹിതത്തിലാണ് അവരുടെ സീറ്റുകൾ. പക്ഷേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ മയ്യ സന്ധുവിനെതിരെ അവർക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയും. പക്ഷേ ഇതുവരെ മോൾഡോവയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അപ്പം അതുകൊണ്ട് തന്നെ മയ്യ സന്ധു പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരെന്തായാലും വിജയിച്ചു. അപ്പോൾ അവർ തന്നെയാണ് പ്രസിഡൻ്റായിട്ട് തുടരാൻ പോകുന്നത്. അപ്പോൾ യൂറോപ്പിന് വലിയൊരു ആശ്വാസം. ഇത് എന്തുകൊണ്ടാണ് യൂറോപ്പിന് ഇത്ര വലിയ പ്രശ്നമായിട്ട് ഈ ഒരു മോൾഡോവ നിൽക്കുന്നത് പറഞ്ഞാൽ, ഇത് യുക്രൈൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അതിലുപരിയായിട്ട് ഇത് ബ്ലാക്ക് സീയുമായിട്ട് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഈ മോൾഡോവ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ജോ ബൈഡന്റെ നേതൃത്വത്തിൽ തന്നെ വളരെയധികം ശക്തമായിട്ട് യൂറോപ്യൻ യൂണിയൻ ഇടപെടൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ മയ്യ സന്ധു തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയനിൽ ചേരാം എന്നുള്ള ഒരു കൺസെന്റ് ഒക്കെ കൊടുത്ത് നിന്നിരുന്ന സമയമാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനിരുന്ന മയ്യ സന്ധു ഇപ്പം പൊസിഷനിൽ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി പുതിയതായിട്ട് വരുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്തായിരിക്കും അവിടെ അവരുടെ നിലപാട് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. അതിലുപരിയായിട്ട് ഈ ബ്ലാക്ക് സീയിലൂടെ ഇത് ക്രൈമിയയിൽ നിന്നും, റഷ്യയുടെ കൺട്രോളിലുള്ള ക്രൈമിയയിൽ നിന്നും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ മോൾഡോവയ്ക്ക്. കാരണം മോൾഡോവ ഉക്രൈൻ അല്ല, വേറെ തന്നെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ സർക്കാർ മാറിക്കഴിഞ്ഞാൽ ഈ ക്രൈമിയയുമായിട്ട് അഥവാ റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ട്രേഡും മറ്റുള്ള പല കാര്യങ്ങളും ഈ ഒരു ബ്ലാക്ക് സീയിലൂടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാണ്. അപ്പോൾ അതിലൂടെ റഷ്യ ഏറ്റവും കൂടുതൽ അവിടെ ഇൻഫ്ലുവൻസ് സ്ഥാപിക്കും എന്നുള്ള ഒരു പേടിയാണ് യൂറോപ്പിനുള്ളത്. അപ്പോൾ അതായത് ഉക്രൈനെ ഒരു സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനെ ഒരു സൈഡിൽ നിന്ന് 4 പ്രൊവിൻസുകൾ ഓൾറെഡി തന്നെ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് റഷ്യ. ഇനി അതിലൂടെ മോൾഡോവയിലൂടെ ഇനി കടന്നു കയറി ഉക്രൈൻ്റെ ഈ സൈഡും കൂടെ അങ്ങ് അടിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ യൂറോപ്പ് ശരിക്കും പെടാപ്പാട് പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള നിലയിലാണ് യൂറോപ്യൻ യൂണിയൻ വളരെ ശക്തമായിട്ട് മോൾഡോവയിൽ ഈ രീതിയിൽ ഇറങ്ങി കളിച്ചത്. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക്. യൂറോപ്യൻ യൂണിയനിൽ തന്നെയുള്ള മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇടപെടുന്നതിനേക്കാളും ഏറ്റവും ശക്തമായ രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ മോൾഡോവയിൽ ഇടപെട്ടത്. എന്തായാലും അവസാനം യൂറോപ്യൻ യൂണിയൻ സപ്പോർട്ട് ചെയ്ത ആ ഒരു മയ്യ സന്ധു തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് UAE വെച്ചിട്ട് ആണ് കളി നടന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ACC എന്ന് പറഞ്ഞ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആ ഒരു ACCയുടെ തലപ്പത്തുണ്ടായിരുന്നത് പാകിസ്ഥാനിയാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരു മിനിസ്റ്റർ മൊഹ്സിൻ നഖ്വി എന്നാണ് പുള്ളിയുടെ പേര്. ഈ പുള്ളിക്കാരൻ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ സമയത്തൊക്കെ ഇന്ത്യക്കെതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അയച്ചു വിട്ടിരുന്ന വ്യക്തിയാണ് ഈ മൊഹ്സിൻ നഖ്വി. അപ്പോൾ ഈ മൊഹ്സിൻ നഖ്വിയാണ് ഇന്നലെ ഇന്ത്യ വിജയിച്ചതിന് ശേഷം ഈ കപ്പ് കൊടുക്കേണ്ട സെറമണിക്ക് ഇയാളാണ് കപ്പ് കൊടുക്കേണ്ടിയിരുന്ന ആൾ. അപ്പോൾ ഇയാളാണ് കപ്പ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്ലെയേഴ്സ് എന്താണ് ചെയ്തത്, ഞങ്ങൾ ഈ കളി തന്നെ, ഈ ടൂർണമെൻറ്റിലെ ഈ ഒരു വിജയം തന്നെ പഹൽഗാം ആക്രമണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവ് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ ICC സൂര്യകുമാർ യാദവിന് 40% പെനാൽറ്റി ഇട്ടിട്ടുണ്ട്. ഇത് കളിയാണ്, അല്ലാതെ നിങ്ങളുടെ രാജ്യമല്ല എന്നുള്ള രീതിയിലാണ് ICC നിലപാടെടുത്തത്. ICC ചലിക്കുന്നത് തന്നെ ഇവിടെ ഇന്ത്യയുടെ BCC ക്രിക്കറ്റ് ബോർഡിൻ്റെ ബലത്തിലാണ്. ICCയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ബോർഡാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്, അതായത് BCCI. ഈ ഏഷ്യ കപ്പ് തുടക്കം തൊട്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള കളി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആദ്യം തൊട്ട് തന്നെ പാകിസ്ഥാൻ ആദ്യത്തെ ഗെയിം തോൽക്കുന്നു എന്നുള്ള സാഹചര്യം വന്ന സമയം തൊട്ട് തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള പ്രൊവോക്കേറ്റീവ് ആക്ഷൻസ് ആണ് കാണിച്ചു തുടങ്ങിയത്. അതായത് അവർ ഫൈറ്റർ ജെറ്റിന്റെ സിമ്പിൾ ഈ രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈനലിന്റെ കളിയിൽ ബൂംറ ഒരു യോർക്കർ ബോൾ ഇട്ട് ഒരു വിക്കറ്റ് പോകുന്നുണ്ട്. ആ ടൈമിൽ ബൂംറ ഒരു സൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാനികളുടെ തുടരെയുള്ള ഈ രീതിയിലുള്ള ആക്ഷൻസിന് പൊറുതിമുട്ടിയിട്ടാണ് ഇന്ത്യ ഇങ്ങനെ കാണിച്ചു തുടങ്ങുന്നത്. നമ്മളും കറക്റ്റ് മറുപടി കൊടുത്ത് തന്നെയാണ് ഗ്രൗണ്ടിൽ നിന്നത്. ആദ്യ ദിവസം തൊട്ട് തന്നെ അവന്മാർ കാണിക്കുന്ന എല്ലാ ചേഷ്ടകൾക്കും നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഫൈനലി ശരിക്കും ഈ ഒരു മൊഹ്സിൻ നഖ്വിക്ക് കിട്ടിയ ഒരു അപമാനമാണ് ഇന്ത്യ ഇയാളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ട്രോഫി ഏറ്റുവാങ്ങില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അയാൾ എന്ത് ചെയ്യുന്നറിയാമോ, തോറ്റ ടീമിന് കപ്പും കൊടുത്ത് അയാൾ പാകിസ്ഥാനിലേക്ക് ആ കപ്പം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ICCക്ക് ഇന്ത്യ പരാതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ കപ്പ് വാങ്ങില്ല എന്ന് പറഞ്ഞത് ആ വ്യക്തിയോടുള്ള പ്രശ്നം കൊണ്ടാണ്. ICC എന്താണ് ചെയ്യേണ്ടത്, ആ കപ്പ് മാന്യമായിട്ട് വാങ്ങി ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അയാളെ മാറ്റിയിട്ട് വേറൊരാളിനെ വെച്ചിട്ട് ഈ കപ്പ് കൊടുക്കണമായിരുന്നു. അതിനും അവർ തയ്യാറായില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് റെസ്പെക്റ്റിന്റെ പ്രശ്നമാണ്. ICCയുടെ അവസ്ഥ വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം അവർ എന്ത് തീരുമാനം എടുത്താലും ഒരാൾ അപമാനിക്കപ്പെടും. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ ഈ കപ്പിനെ കുറിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്വീറ്റുകൾ ഇട്ട് കളിയാണ്. അതായത് നിങ്ങൾ കപ്പ് മേടിക്കണം, കളിച്ച് ജയിച്ചാൽ പോരാ, കപ്പ് മേടിച്ചാലല്ലേ, നിങ്ങൾ കപ്പ് സ്വീകരിച്ചാലല്ലേ കപ്പ് നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഞങ്ങൾ തോറ്റു പക്ഷേ ഞങ്ങൾ കപ്പ് സ്വീകരിച്ചു, അപ്പോൾ അതുകൊണ്ട് കപ്പ് ഞങ്ങൾക്കാണ് എന്നുള്ള രീതി, ആ രീതിയിലുള്ള കോമഡികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യം വളരെ സീരിയസ് ആയിട്ട് ഇന്ത്യ ICCയെ അറിയിച്ചിട്ടുണ്ട്.
ICC ആ കപ്പ് ഇന്ത്യയിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനിപ്പോൾ കണ്ടറിയണം ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. കാരണം യുവമാരുടെയൊക്കെ തലപ്പത്തുള്ള അസീം മുനീറിലെ അവൻ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉന്നമനത്തിനെ കുറിച്ചോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യം നന്നാക്കുന്നതിനെ കുറിച്ചോ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചോ പാകിസ്ഥാൻ ജനങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു ബോധമില്ലാത്ത ഒരുത്തനാണ് അയാൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യ വിരുദ്ധനാണ്. അതായത് ഇതുവരെ പാകിസ്ഥാൻ കണ്ടതിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫീൽഡ് മാർഷലായിട്ട് സ്വയമേ തന്നെ പ്രൊമോഷൻ ചെയ്തിരിക്കുന്ന ആ വ്യക്തി ഇനി ഒരു 10 വർഷം കൂടി ചിലപ്പോൾ പാകിസ്ഥാന്റെ ആ ഒരു കസേരയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവമാരെല്ലാം തന്നെ കഠിനമായ ഇന്ത്യ വിരോധികളാണ്. അപ്പോൾ അതുകൊണ്ട് യുവമാരുമായിട്ടുള്ള കളി ഒഴിവാക്കണം. അടുത്തത് റഷ്യ ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിൽ തുടരുകയാണ്. One more example, genocide of Russian Federation against Ukraine, against capital of Ukraine, to kill peaceful people, to destroy peaceful districts in our hometown. അതുപോലെ ഉക്രൈൻ റഷ്യക്കുള്ളിൽ അവരുടെ ഇലക്ട്രോണിക് സിറ്റി ടാർഗറ്റ് ചെയ്ത് 2-3 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ടാർഗറ്റ് ആൻഡ് പ്രിസൈസ് അറ്റാക്കാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്, ഡ്രോൺ അറ്റാക്കാണ്. അതിലും ചെറിയ നാശനഷ്ടങ്ങൾ റഷ്യക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് ടു ബാക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളാണ് നടത്തുന്നത്. പക്ഷേ റഷ്യ വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. പിന്നെ ഡെൻമാർക്കിനാണെങ്കിൽ ഇതുവരെ ഡ്രോൺ കൊണ്ടുള്ള ശല്യം തീർന്നിട്ടില്ല. ഡെൻമാർക്ക് ഇപ്പോഴും ഡ്രോണിന്റെ കഥകളും പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഡെൻമാർക്ക് ആണെങ്കിൽ ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് F-35 ആണ് ഉപയോഗിക്കുന്നത്. അതൊരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെയും ഡ്രോൺ ഉണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് 3 മണിക്കൂർ ഡെൻമാർക്കിന്റെ എയർപോർട്ട് അടച്ചു പൂട്ടിയിട്ടിരുന്നു. കാരണം ഒരു അനോണിമസ് ഡ്രോൺ അവിടെ സസ്പെക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ പേരിലാണ് 3 മണിക്കൂർ ഡെൻമാർക്കിന്റെ എയർപോർട്ട് അടച്ചിട്ടിരുന്നത്. ഈ ഫ്ലോട്ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഗാസയ്ക്ക് ചാരിറ്റിയുമായിട്ട് സ്പെയിനിൽ നിന്നും ബോട്ടുകളിൽ ഇങ്ങനെ സഞ്ചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. At the beginning of the week, a large number of ships are expected to arrive in Gaza, the biggest flotilla so far. And you are trying to organize a counter flotilla of Israelis to block these ships. It's in coordination with the police, with the IDF, and this is an opportunity to show unity. Please take in consideration, this is not just a naive flotilla. This is a flotilla orchestrated by the Muslim Brotherhood. So now the Navy's job is not only to keep towing their boats coming and again. We must, as free people, number one, as citizens of the State of Israel, to show that this is an offense against all the citizens and the entire nation of Israel. ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് അടുക്കുകയാണ്. ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് അടുക്കുമ്പോൾ ഇസ്രായേലിന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഇസ്രായേലുമായിട്ട് അടുക്കുന്ന ഒരു 60-70 കിലോമീറ്റർ റേഞ്ച് ആ ഒരു കടൽ തീരത്ത്. അപ്പോൾ അവിടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത് ഇസ്രായേലിന്റെ ബോർഡറാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ബോർഡറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ വാർഷിപ്പുകൾ ഇതിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ ഇസ്രായേലിന് വേണമെങ്കിൽ അതിന്റെ മേളിൽ ആക്രമണം നടത്താം. കാരണം കൃത്യമായിട്ടുള്ള പെർമിഷൻ മേടിച്ചിരിക്കണം ഇസ്രായേലിന്റെ അടുത്ത്. അപ്പോൾ ആ ഒരു 60 കിലോമീറ്റർ ആ റേഞ്ച് ഡിസ്റ്റൻസ്, ഇത്ര നോട്ടിക്കൽ മൈൽ എന്നുണ്ടല്ലോ, ആ നോട്ടിക്കൽ മൈലിന്റെ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോകുന്ന ഇറ്റാലിയൻ വാർഷിപ്പ് ആയിക്കോട്ടെ സ്പെയിനിന്റെ വാർഷിപ്പുകളായിക്കോട്ടെ അത് അവിടെ തന്നെ നിർത്തേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള വെറും ബോട്ടുകൾ മാത്രമായിരിക്കും അത് കഴിഞ്ഞിട്ട് യാത്ര ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേൽ അതിനെ തടയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നം. ഇതുവരെ അവരവിടെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അതിലേക്കുള്ള ഒരു ക്രൂഷ്യൽ മൊമെന്റിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. നെതന്യാഹു ന്യൂയോർക്കിലുണ്ട്. ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നിർത്തുന്നതുമായിട്ടുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് നടത്തുന്നുണ്ടായിരുന്നു ട്രംപുമായിട്ട്. പക്ഷേ ഇവിടെ ഒരു രീതിയിലുള്ള ഒരു സൊല്യൂഷനും ഉണ്ടായിട്ടില്ല. നെതന്യാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ മാധ്യമപ്രവർത്തകർ, അതായത് ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ എന്താണ് താങ്കളുടെ നിലപാടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അതായത് ഹമാസ് അവിടെ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകണം, ആയുധം വെച്ച് കീഴടങ്ങണം, നമ്പർ 1 എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ബന്ദികളെയൊക്കെ വിട്ടയക്കണം. പിന്നെ ഗാസ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണായിട്ട് പ്രഖ്യാപിക്കണം. അത് കഴിഞ്ഞാൽ ഇസ്രായേൽ ഗാസയുടെ ഫുൾ സെക്യൂരിറ്റി നോക്കും. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. യുദ്ധം നിർത്താമല്ലോ എന്ന് പറഞ്ഞു. ഹമാസ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഒരു അനക്കമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഹമാസ് പുതുതായിട്ട് പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും പഴയതുപോലെ തന്നെ, അതായത് ഇസ്രായേലിന്റെ IDF പൂർണ്ണമായിട്ട് ഗാസയിൽ നിന്ന് പുറത്തു പോകണം, എന്നാൽ മാത്രമേ ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കുകയുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ പഴയതുപോലെ വീണ്ടും ഇതേപോലെ ഒന്നേന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളൊക്കെ പോയിട്ട് അവിടെ മേശ വിരിച്ച് ട്രംപിൻ്റെ അടുത്തിരുന്ന് ചായയും പരിപ്പോടെയൊക്കെ കഴിച്ചിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ട് ഉടനെ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് തായ്യിബ് എർദോഗനും ട്രംപും കൂടി ഇരുന്ന് വളരെ വൃത്തിയായിട്ട് സംസാരിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തതാണ്. എന്നിട്ട് വീണ്ടും പഴയതുപോലെ രണ്ടുപേരും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ. ഈ അറബ് രാജ്യങ്ങളൊക്കെ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല. അപ്പോൾ ഗാസയിലാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 8 സ്ഥലങ്ങളിൽ നോർത്തേൺ ഗാസയുടെ സൈഡിൽ തകൃതിയായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ചന്നാഭിന്ന ആക്രമണം, ഒരു രക്ഷയില്ല. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. ഒരു ബിൽഡിംഗ് പോലും നിലനിർത്തി വെക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. സെൻട്രൽ ഗാസ ഭാഗത്ത് 6 ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്കുകൾ. അത് കഴിഞ്ഞിട്ട് ഈജിപ്ഷ്യൻ ബോർഡർ, ആ ഒരു ഫിലഡൽഫി കോറിഡോർ, അത് പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഏറ്റെടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്രമണങ്ങൾ ആ ഭാഗത്ത് നടത്തിയിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് ഒരു വിഷയം നടന്നിട്ടുള്ളത്, ജോർദാന്റെ ബോർഡറിൽ നിന്നും ജോർദാൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് 2 ഇസ്രായേലികളെ വെടിവെച്ചിട്ടുണ്ട്. അതായത് അവർ ബോർഡറിന്റെ സൈഡിൽ കൂടെ നടന്നു പോയ സമയത്താണ് അവർ വാണിംഗ് കൊടുത്തത്രേ. അപ്പോൾ അവർ വിചാരിച്ചു ഈ ഇസ്രായേലികൾ ജോർദാനികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്ന് കരുതി അവർ വെടിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, ഈ ജോർദാനികൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം പാലസ്തീനികളാണ്. ഈ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരെയാണ് ഈ വെസ്റ്റ് ബാങ്ക് സൈഡിൽ ജോർദാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിന് മുമ്പുള്ള യുദ്ധങ്ങളിലൊക്കെ ആയിട്ട് ഏതാണ്ട് 60% ആൾക്കാർ, പാലസ്തീനികളായിട്ടുള്ള ആൾക്കാർ മൊത്തം ജോർദാനിലാണ് ഉള്ളത്. ലിറ്ററലി ജോർദാനാണ് പാലസ്തീൻ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ നല്ല രീതിയിലുള്ള താക്കീത്, വാണിംഗ് കൊടുത്തിട്ടുണ്ട് ജോർദാന്, ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല, ഇതിന് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഗാസ ഒരു സൈഡിൽ കടുത്ത ആക്രമണത്തിന് വിധേയമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ജോർദാനും ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് ബോർഡറും തമ്മിൽ നല്ല രീതിയിലുള്ള ടെൻഷൻ ആ ഏരിയയിൽ, ലിറ്ററലി ജോർദാനും ഇസ്രായേലും തമ്മിൽ ഒരു ടെൻഷൻ പീക്കിൽ നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ട്രംപ് ഇതിനകത്ത് ഇടപെട്ടിട്ട് ജോർദാനുമായിട്ട് സംസാരിച്ച് ഞാൻ ഇസ്രായേലിനും ജോർദാനും ഇടയിലുള്ള ആ ഒരു യുദ്ധം ഞാൻ നിർത്തിയിരിക്കുകയാണ്, അപ്പോൾ ഞാൻ 8ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെ സമാധാനം ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, എവിടെ ജോർദാനും ഇസ്രായേലും ഇടയിൽ സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള നൊബൽ പ്രൈസിന് എന്നെ റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കിങ് അബ്ദുള്ളയ്ക്ക് ഒരു കത്ത് അയക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.